ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മോഡൽ ബിൽഡിങ്ങിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മൾ മോഡൽ ബിൽഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ക്രൈറ്റീരിയ ഫോർ ഇവാലുവേറ്റിംഗ് സബ്സെറ്റ് റിഗ്രഷൻ മോഡൽസ്. Suppose that for building a model for a dependent variable, there exists a maximum of k regresses apart from the intercept type. അപ്പം ആദ്യമേ നമ്മളൊരു മോഡൽ, നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിലൊരു മോഡൽ നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മൾ കെ റിഗ്രസേഴ്സ് ഉണ്ട്, അതായത് കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. ഇൻ്റർസെപ്റ്റ് ടേം കൂടാതെ കെ റിഗ്രസേഴ്സ് ഉണ്ടെന്ന് വെക്കുക. It is possible that not all of the k regressors are important for explaining and predicting the dependent variable. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൊത്തം നമ്മൾ എടുത്തിട്ടുള്ള കെ റിഗ്രസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല. അതായത് ചില കെ റിഗ്രസേഴ്സ് നമ്മൾ എടുത്തിട്ടുള്ള കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൽ ചില ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ചിലപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആവത്തില്ല. The presence of unimportant regressors might affect the estimates that we get for the coefficients of the important regressors. Actually, the estimates we are getting are unbiased, but their variances are large, so the estimates may be unreliable. അപ്പോൾ നമ്മൾ ഈ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഗ്രസേഴ്സ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ എസ്റ്റിമേറ്റ്സിനെ അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് റിഗ്രസേഴ്സ് ഏതാണെന്നും അൺഇമ്പോർട്ടൻറ്റ് റിഗ്രസേഴ്സിനെ റിമൂവ് ചെയ്യാനും നോക്കണം. അറ്റ് ദ സെയിം ടൈം റിമൂവിങ് ഇമ്പോർട്ടൻറ്റ് വേരിയബിൾസ് ഈസ് ഓൾസോ നോട്ട് പ്രോപ്പർ ആൻഡ് വി ഗെറ്റ് ബയസ്ഡ് എസ്റ്റിമേറ്റ്സ് ഫോർ ദ കോഎഫിഷ്യൻസ് ഓഫ് ദ റിമൈനിങ് ഇമ്പോർട്ടൻറ്റ് വേരിയബിൾസ്. അതുപോലെ തന്നെ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിനെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റാതിരിക്കാനും ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് കെ റിഗ്രസേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ നമ്മൾ മോഡലിൽ നിന്ന് റിമൂവ് ചെയ്യണം. Thus, we have to choose the correct subset of the regressors that have to be included in the model. അപ്പോൾ നമ്മുടെ മോഡലിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആ ഒരു കെ റിഗ്രസേഴ്സിൽ നിന്നുള്ള സബ്സെറ്റ് റിഗ്രസേഴ്സ് ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അതായത് നമുക്കിപ്പം മൊത്തം കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. ആ കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ചിലപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആവണമെന്നില്ല. അതിൻ്റെ ഒരു സബ്സെറ്റ് ഓഫ് റിഗ്രസേഴ്സ് ആയിരിക്കും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സബ്സെറ്റ് റിഗ്രഷൻ മോഡൽ ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. It is important that we build a model with the correct number and choice of regressors. There are various criteria based on which we can decide the proper choice of the regressors. In the sequel, we present the different criteria. അപ്പോൾ നമുക്ക് നല്ലൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കറക്റ്റ് നമ്പർ ആൻഡ് ചോയ്സ് ഓഫ് റിഗ്രസേഴ്സ് വെച്ചിട്ട്, അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ കെ റിഗ്രസേഴ്സിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഗ്രസേഴ്സ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു മോഡൽ ബിൽഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ക്രൈറ്റീരിയാസ് ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള റിഗ്രസേഴ്സിനെ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ മെത്തേഡ്സ് ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ലെറ്റ് us denote the coefficient of determination of a model with a p where p less than k independent variables as rp square and that for the full model with k regressors as rk square. അപ്പോൾ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ വഴി എങ്ങനെയാണ് ഈ ഒരു റിഗ്രസേഴ്സിനെ ചൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു പി റിഗ്രസേഴ്സിനെ കൺസിഡർ ചെയ്യുക. നമ്മളൊരു മോഡൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മോഡൽ ബിൽഡ് ചെയ്തതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ നമ്മൾ ആർ പി സ്ക്വയർ എന്ന് പറഞ്ഞെടുത്തു. ആർ പി സ്ക്വയറിനകത്ത് നമ്മൾ നോക്കേണ്ടത് അവിടെ പി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. മൊത്തം നമുക്ക് കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണുള്ളത്. അതിൽ പി വേർ പി ലെസ് ദാൻ കെയ്ക്കാട്ടിലും കുറച്ച് കുറവായിട്ടുള്ള പി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വെച്ച് കൺസിഡർ ചെയ്തിട്ടുള്ള മോഡലിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷനെയാണ് നമ്മൾ ആർ പി സ്ക്വയർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ കെ റിഗ്രസേഴ്സ്, അതായത് ടോട്ടൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള എല്ലാ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വെച്ച് നമ്മൾ ബിൽഡ് ചെയ്ത മോഡലിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷനെ നമ്മൾ ആർ കെ സ്ക്വയർ എന്ന് പറഞ്ഞു എടുത്തു. ഇനി നമ്മളൊരു ആർ നോട്ട് സ്ക്വയറിനെ ഡിഫൈൻ ചെയ്യുവാണ്. ഡിഫൈൻ ആർ നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 minus of rk square into 1 plus k into f alpha n minus k minus 1 by n minus k minus 1. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ആർ നോട്ട് സ്ക്വയറിനെ ഡിഫൈൻ ചെയ്തു. എ സബ്സെറ്റ് മോഡൽ വിത്ത് ആർ പി സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആർ നോട്ട് സ്ക്വയർ ഇസ് കോൾഡ് ആർ സ്ക്വയർ അഡിക്വേറ്റ് ആൽഫ സബ്സെറ്റ് മോഡൽ.
അപ്പോൾ നമ്മൾ ഈ ഒരു സബ്സെറ്റ് മോഡൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫുൾ റിഗ്രസേഴ്സ് വെച്ചിട്ടുള്ള ആ മോഡലിൽ നിന്നുള്ള ഒരു സബ്സെറ്റ് മോഡൽ ഈ RP² ഗ്രേറ്റർ ദാൻ R0² എന്നുള്ള ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് R² ആഡിക്വേറ്റ് ആൽഫ സബ്സെറ്റ് മോഡലാണെന്ന്. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്ത R0²നെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കണം നമ്മൾ എടുത്തിട്ടുള്ള സബ്സെറ്റ് മോഡലിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. Also among KCP models that have P independent variables, we prefer the one with the larger values of RP². അപ്പോൾ നമ്മൾ ഈ KCP കോമ്പിനേഷൻസ് ഉള്ള മോഡൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അതായത് P ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ R² വാല്യൂ ഉള്ള മോഡലായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. However, this approach is not much preferred because the coefficient of determination always increases as the number of independent variables increases. അപ്പോൾ നമുക്കറിയാം കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് കൂടുമ്പം കൂടുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെത്തേഡ് അത്ര ഇതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ് R² അഡ്ജസ്റ്റഡ് R² തമ്മിലുള്ള വ്യത്യാസം. R² പ്രത്യേകത എന്താ? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് കൂടുന്നതനുസരിച്ച് R² വാല്യൂ കൂടും. സോ നമ്മൾ ഈ ഒരു മെത്തേഡ് അത്ര ഇതായിട്ട് നമ്മൾ നോക്കാറില്ല. ഇനി അഡ്ജസ്റ്റഡ് R² നോക്കാം. ഫൈൻഡ് എ മോഡൽ ദാറ്റ് ഹാസ് മാക്സിമം അഡ്ജസ്റ്റഡ് R² or equivalently the model that has minimum MSRES. The equivalence is due to the relation. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ നോക്കേണ്ടത് ഏത് മോഡലിലാണോ അഡ്ജസ്റ്റഡ് R² ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏത് മോഡലിലാണോ ഏറ്റവും മിനിമം സം ഓഫ് സ്ക്വയർ ഓഫ് റെസിജ്വൽ ഉള്ളത്. റെസിജ്വലിൻ്റെ എറർ ഏറ്റവും കുറവായിട്ടുള്ളതായിരിക്കില്ല ബെസ്റ്റ് മോഡൽ. സോ മിനിമം MSRES ഉള്ളതും അല്ലെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റഡ് R² ഉള്ള മോഡൽ ഏതാണോ അതായിരിക്കും നമ്മുടെ ബെസ്റ്റ് മോഡൽ. അപ്പം ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് അഡ്ജസ്റ്റഡ് R² ഓഫ് P ഈസ് ഈക്വൽ ടു 1 - MSRES ഓഫ് P ഡിവൈഡ് ബൈ SST ഡിവൈഡ് ബൈ n-1. ഇതാണ് നമ്മുടെ അഡ്ജസ്റ്റഡ് R²ൻ്റെ ഒരു റിലേഷൻ ഉള്ളത്. അഡ്ജസ്റ്റഡ് R² മീൻ സ്ക്വയർ റെസിജ്വൽ തമ്മിലുള്ള റിലേഷൻ. ഹിയർ P ഈസ് എ നമ്പർ ഓഫ് റിഗ്രസേഴ്സ് ഇൻ ദ സബ്സെറ്റ് മോഡൽ. ഇവിടെ നമ്മൾ P എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടോട്ടലായിട്ടുള്ള റിഗ്രസേഴ്സിനകത്തുനിന്ന് നമ്മൾ എടുത്തിട്ടുള്ള സബ്സെറ്റ് റിഗ്രസേഴ്സിനെയാണ് P എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മോഡൽ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഫോർ ഡിഫറെൻറ്റ് യൂസേഴ്സ്. നമ്മൾ എന്തുകൊണ്ടാണ് മോഡൽ ഇവാലുവേഷൻ നടത്തുന്നതെന്നാണ് നോക്കുന്നത്. ദ ക്രൈറ്റീരിയ ഫോർ ഇവാലുവേറ്റിംഗ് എ മോഡൽ ഈസ് റിലേറ്റഡ് ടു ദ ഇൻറ്റൻഡഡ് യൂസ് ഓഫ് ദ മോഡൽ. ലൈക്ക് ഫസ്റ്റ് വൺ ഡേറ്റ ഡിസ്ക്രിപ്ഷൻ, പ്രെഡിക്ഷൻ, പാരാമീറ്റർ എസ്റ്റിമേഷൻ, കൺട്രോൾ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഒരു മോഡൽ ഇവാലുവേഷൻ നടത്തുന്നത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് നമ്മൾ ഡേറ്റ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ, പിന്നെ പ്രെഡിക്ഷൻ നടത്താൻ, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഡേറ്റ ഡിസ്ക്രിപ്ഷൻ. ഇഫ് ദ മോഡൽ ഈസ് ജസ്റ്റ് ഇൻറ്റൻഡഡ് ടു ഒബ്റ്റെയിൻ എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രോസസ് ഓർ സിസ്റ്റം ഓർ ടു എക്സ്പ്ലെയിൻ ദ വേരിയേഷൻ ഇൻ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വെൽ, ദെൻ വി ലുക്ക് ഫോർ മാക്സിമൈസിങ് R². അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ പറ്റിയുള്ള സ്റ്റഡി ആയിരിക്കുമല്ലോ നടത്തുന്നത്. അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ പറ്റിയുള്ള സ്റ്റഡി നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണെങ്കിൽ നമുക്ക് നല്ല മോഡലാണെന്ന് പറയാം. അത് നമ്മൾ നോക്കുന്നത് എങ്ങനെ? R²ൻ്റെ വാല്യൂ നോക്കിയിട്ടാണ്. മാക്സിമൈസിങ് R²ൻ്റെ വാല്യൂ നമ്മളെപ്പോഴും മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ അങ്ങനെ നല്ലൊരു R²ൻ്റെ വാല്യൂ ഹയർ ആയിട്ടുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ബെസ്റ്റ് മോഡൽ എന്നുള്ള രീതിയിൽ. പാരാമീറ്റർ എസ്റ്റിമേഷൻ. ഹിയർ വി ഷുഡ് കൺസിഡർ ദ ബയസ് ദാറ്റ് കുഡ് റിസൾട്ട് ബൈ ഡിലീറ്റിംഗ് സം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് ഓൾസോ ദ ഇൻക്രീസ്ഡ് വേരിയൻസ് that could result by including independent variables that are nearly linearly related to the independent variables. പാരാമീറ്റർ എസ്റ്റിമേഷൻ്റെ കേസിൽ നമ്മൾ ആവശ്യമില്ലാത്ത ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ റിമൂവ് ചെയ്യും. എങ്ങനെയുള്ളത്? ഇൻക്രീസ്ഡ് വേരിയൻസ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും, അതുപോലെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് ലീനിയർലി റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമ്മൾ റിമൂവ് ചെയ്യും. കാരണം എന്താ? ആ ഒരു കേസ് മൾട്ടിക്കോളിനേറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യും. സോ നമ്മൾ അതിനെ റിമൂവ് ചെയ്ത് കളയും. ഇനി prediction. In the case of regressors with small effects should be deleted from the model. We can also use the press statistic to evaluating models and choose the one with the minimum value of press, but this criteria is not too easy to apply. We note that for this case 3, the guidelines mentioned in 2 and above are also to be used.
നമ്മുടെ മോഡലിൽ ചെറിയ ഇഫക്റ്റ് കൊടുക്കുന്ന ഇറിഗ്രസേഴ്സ് അല്ലെങ്കിൽ ഒത്തിരി ഇമ്പാക്റ്റ് വരുത്താത്ത ഇറിഗ്രസേഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. ഇത് നമ്മൾ പ്രസ് സ്റ്റാറ്റിസ്റ്റിക് വെച്ചിട്ട് നമ്മൾ മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ പ്രസ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ഉള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രസ് സ്റ്റാറ്റിസ്റ്റിക്കൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോഴും നമ്മൾ മേളിൽ കൊടുത്തിട്ടുള്ള പാരാമീറ്റർ എസ്റ്റിമേഷനൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ഒരു റിമൂവൽ നടത്താൻ വേണ്ടിയിട്ട്. Control. Very accurate estimates of the regression coefficients are required to apply a model for control. Here also the guidelines are to be followed. അപ്പോൾ നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റിൻ്റെ ആക്യുറേറ്റ് എസ്റ്റിമേറ്റ് വേണം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെ ആക്യുറേറ്റ് ആണോ ആ ഒരു ആക്യുറേറ്റ് എസ്റ്റിമേഷൻ ആയിരിക്കും നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ മേളിൽ കൊടുത്തിട്ടുള്ള ഗൈഡ്ലൈൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ വേണം ഈ ഒരു ആക്യുറേറ്റ് എസ്റ്റിമേഷൻ നടത്താൻ വേണ്ടിയിട്ട്. A convenient method to build a model is to build a subset regression model by either adding or deleting regressors one at a time. In the next section we discuss the methods. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഏത് മെത്തേഡ് വഴിയാണ് നമ്മുടെ മോഡലിൽ നമ്മൾ എടുത്തിട്ടുള്ള റിഗ്രസേഴ്സ് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ സബ്സെറ്റ് റിഗ്രഷൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മൾ കുറച്ച് റിഗ്രസേഴ്സിനെ, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും. ഓരോന്നോരോന്നിനെ ആഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഓരോന്നോരോന്നിനെ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ മെത്തേഡ്സാണ് ഈ താഴെ ഡിസ്കസ് ചെയ്യുന്നേക്കുന്നത്. നമ്മൾക്ക് ആദ്യമേ പാർഷ്യൽ കോറിലേഷൻ എന്താണെന്ന് നോക്കാം. The partial correlation between a variable y and a variable say x1 is a measure of the strength of the linear relationship between y and x1 after adjusting for or eliminating the linear effect of other variables under consideration. അപ്പോൾ നമ്മൾ പാർഷ്യൽ കോറിലേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പാർഷ്യൽ കോറിലേഷൻ ബിറ്റ്വീൻ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ വൈയും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള പാർഷ്യൽ കോറിലേഷൻ ആണെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ വൈയും x1ഉം തമ്മിലുള്ള ആ ഒരു മോഡൽ നമ്മൾ ബിൽഡ് ചെയ്യും. ആ ഒരു വൈയും x1ഉം തമ്മിൽ എത്ര ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രൊവൈഡഡ് നമ്മൾ ബാക്കിയുള്ളതിൻ്റെ ഇഫക്റ്റ് കൺസിഡർ ചെയ്യത്തില്ല, ബാക്കിയുള്ളത് അവിടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ ബാക്കിയുള്ളതിൻ്റെ ലീനിയർ ഇഫക്റ്റ് എലിമിനേറ്റ് ചെയ്തിട്ടായിരിക്കും നോക്കുന്നത്. അതായത് നമുക്കിപ്പം നമ്മുടെ മോഡലിൽ ഫുൾ മോഡലാണെന്ന് വെക്കുക, x1 x2 എക്സെട്ര xk വരെയുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. നമ്മൾ അറ്റ് എ ടൈം വൈയും x1ഉം തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്, പ്രൊവൈഡഡ് എലിമിനേറ്റിംഗ് ദ ലീനിയർ ഇഫക്റ്റ് ഓഫ് അതർ വേരിയബിൾസ്. നമ്മൾ ബാക്കിയുള്ള വേരിയബിൾസിൻ്റെ ലീനിയർ ഇഫക്റ്റ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വൈയും ഒരു പർട്ടിക്കുലർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. അസ്യൂമിങ് ദാറ്റ് ദ അതർ വേരിയബിൾസ് x2 x3 എക്സെട്ര xk, the partial correlation between y and x1 is computed as follows. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പാർഷ്യൽ കോറിലേഷൻ ഈ കമ്പ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. റിഗ്രസ് y on the other variables x2 etc xk and get the residuals and denote these residuals as epsilon y dot 2, 3, etc k. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ വൈനെ x2 x3 എക്സെട്ര xk ആയിട്ടുള്ള വേരിയബിൾസ് ആയിട്ട് റിഗ്രസ് ചെയ്യിപ്പിക്കും. അതായത് നമ്മളവിടെ x1 എന്നുള്ള വേരിയബിളിനെ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ വേരിയബിൾസായിട്ടും വൈനെ റിഗ്രസ് ചെയ്യിപ്പിച്ച് മോഡൽ ബിൽഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ആ ഒരു എററിനെ നമ്മൾ എപ്സിലോൺ y ഡോട്ട് 2, 3, എക്സെട്ര k എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് റിഗ്രസ് x1 ഓൺ x2 x3 എക്സെട്ര xk ആൻഡ് ഗെറ്റ് ദ റെസിഡ്യുവൽസ് ആൻഡ് ഡിനോട്ട് ദീസ് റെസിഡ്യുവൽസ് ആസ് എപ്സിലോൺ ഓഫ് x1 ഡോട്ട് 2, 3, എക്സെട്ര k. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് x1നെ x2 x3 എക്സെട്ര xk ആയിട്ട് റിഗ്രസ് ചെയ്യിപ്പിക്കും. ഇവിടെ x1 ആണ് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ x2 x3 എക്സെട്ര xk ആയിട്ട് റിഗ്രസ് ചെയ്യിപ്പിച്ചിട്ട് ഒരു മോഡൽ ബിൽഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന നമ്മുടെ റെസിഡ്യുവലിനെ നമ്മൾ എപ്സിലോൺ ഓഫ് x1 ഡോട്ട് 2, 3, എക്സെട്ര k എന്ന് പറഞ്ഞെടുക്കും. Now find the simple correlation between epsilon of y dot 2, 3, etc k and epsilon of x1 dot 2, 3, etc k. പിന്നെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച എററായ വൈനെ x1 ഇല്ലാതെ ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ റിഗ്രസ് ചെയ്യിപ്പിച്ചപ്പോൾ കിട്ടിയ എററും x1നെ x2 x3 എക്സെട്ര xk ആയിട്ട് റിഗ്രസ് ചെയ്യിപ്പിച്ചപ്പോൾ കിട്ടിയ എററും തമ്മിലുള്ള സിമ്പിൾ കോറിലേഷൻ കണ്ടുപിടിക്കും. This is the partial correlation between y and x1 eliminating the effect of other variables. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കോറിലേഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. ഈ പാർഷ്യൽ കോറിലേഷൻ വൈയും x1ഉം തമ്മിലുള്ള പാർഷ്യൽ കോറിലേഷനാണ്. നമ്മൾ ബാക്കിയുള്ള വേരിയബിൾസിൻ്റെ ഇഫക്റ്റ് റിമൂവ് ചെയ്തിട്ടുള്ള പാർഷ്യൽ കോറിലേഷനാണ് അപ്പോൾ കിട്ടുന്നത്.
അപ്പോൾ ഇത്രയും നമ്മൾ ഫസ്റ്റ് അവറിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറയുന്നത്. അപ്പോൾ അടുത്ത അവറിൽ നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണ് മോഡൽ ബിൽഡ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 3 മെത്തേഡ്സാണുള്ളത്. ഒന്ന് ഫോർവേഡ് സെലക്ഷൻ, പിന്നെയുള്ളത് ബാക്ക്വേർഡ് എലിമിനേഷൻ, അതുപോലെ തന്നെ സ്റ്റെപ്പ് വൈസ് റിഗ്രഷൻ. അപ്പോൾ ഈ ഒരു 3 മെത്തേഡ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക്